കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ആഗമനം അഥവാ അഡ്വെൻ്റ് എന്ന വാക്ക് അഡ്വെൻറ്റസ് എന്ന ലാറ്റിൻ പദത്തു നിന്നും ഉണ്ടായതാണ്. ഇതിനർത്ഥം വരവ് എന്നതാണ്. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കി പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ദൈവജനത്തെ ഒരുക്കുന്ന കാലഘട്ടമാണ് ആഗമന കാലഘട്ടം. ക്രിസ്തീയ സഭ ഈ കാലഘട്ടം നോമ്പ് കാലമായി ആചരിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ദൈവകൃപ എളിയവർക്കുള്ള പ്രത്യാശ എന്നുള്ളതാണ്. ഗ്രേസ് അഥവാ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാതെ ലഭിക്കുന്നത് എന്നാണ്. ദൈവകൃപ എന്നാൽ മനുഷ്യന് മേൽ പകരപ്പെടുന്ന ദൈവത്തിൻ്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളും വിടുതലുമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹവും വിടുതലും പ്രാപിപ്പാൻ പലപ്പോഴും നാം യോഗ്യതയുള്ളവരല്ല. എങ്കിലും ദൈവകൃപയാണ് നമ്മെ നിലനിർത്തുന്നത് എന്ന ബോധ്യം നമുക്ക് ആവശ്യമാണ്. ലോവിലി അഥവാ എളിയവർ എന്നാൽ സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ളവർ എന്നാണ്. വ്യക്തികളും സമൂഹങ്ങളും താഴ്ചയിലേക്ക് നയിക്കപ്പെടുവാൻ കാരണങ്ങൾ പലതാണ്. ദാരിദ്ര്യമാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇത് സാമ്പത്തികമായ ഇല്ലായ്മയുടെ പരിണിത ഫലമാണ്. എന്നാൽ സാമൂഹികമായി താഴ്ചയിൽ കഴിയുന്നവരുണ്ട്. ജാതി, മത, ലിംഗ, വർണ്ണ, വർഗപരമായ വിവേചനങ്ങൾ ഇതിന് കാരണമാകാറുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകളും സ്ത്രീകൾക്ക് നേരെയുണ്ടായിരുന്ന വിവേചനങ്ങളും ഇതിന് ഉദാഹരണമാണ്. ചരിത്രത്തിൽ അടിമത്തം എന്നത് വ്യക്തികളെ താഴ്ചയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ശത്രുരാജ്യത്തിൻ്റെ ആക്രമണത്താൽ തടവുകാരായി പിടിക്കപ്പെട്ട് അടിമവേല ചെയ്യേണ്ടി വരുന്നവർ, അടിമച്ചന്തകളിൽ അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന നീച സമ്പ്രദായങ്ങൾ, ഇവയ്ക്കൊക്കെ ലോകചരിത്രം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ എളിയവരുടെ പ്രത്യേകത എന്നുള്ളത് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അവരുടെ ശബ്ദമാകുവാൻ ആളുകൾ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. സമ്പത്തും അധികാരവുമുള്ളവരാണ് പ്രബലപ്പെടുന്നത്. ഇത്തരക്കാർ സമൂഹത്തിലെ എളിയവരെ അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന് എളിയവരോട് പ്രതിബദ്ധതയുണ്ടെന്നും അവരെ വിടുവിക്കുന്നു എന്നും വേദപുസ്തകം പറയുന്നു. ഇത് എളിയവർക്കുള്ള ഏക പ്രത്യാശയാണ്. ഒന്നാമത്തെ ചിന്ത, ദൈവകൃപ എളിയവരെ സംരക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. ദൈവകൃപ എളിയവരെ സംരക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ മിസ്രയീമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യോസേഫ് മിസ്രയീമിലെ ഭരണാധികാരി ആയപ്പോഴാണ് യാക്കോബും കുടുംബാംഗങ്ങളും മിസ്രയീമിലെ ഗോശൻ ദേശത്ത് വന്ന് പാർത്തത്. പിന്നീട് യാക്കോബും യോസേഫും സഹോദരന്മാരും അന്നുണ്ടായിരുന്ന മിസ്രയീം രാജാവായിരുന്ന ഫറവോനുമെല്ലാം മരിക്കുന്നു. ഇസ്രായേലിനെ അറിയാത്ത പുതിയ ഫറവോനും ഭരണാധികാരികളും മിസ്രയീമിൽ അധികാരത്തിൽ വരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഫറവോൻ അവരെ അടിമവേല ചെയ്യുവാൻ നിർബന്ധിക്കുന്നു. കൂടാതെ ഇസ്രായേൽ കുടുംബങ്ങൾ ജനിക്കുന്നതായിട്ടുള്ള ആൺകുഞ്ഞുങ്ങളെ നദിയിലെറിഞ്ഞ് കൊല്ലുവാനും കൽപ്പിക്കുന്നു. ജനം ദൈവത്തോട് നിലവിളിക്കുന്നു. ഈ സമയത്താണ് ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായി പദ്ധതി ഒരുക്കുകയും മോശയെ അതിനായി എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നത്. മോശയുടെ ജനനം ഇസ്രായേൽ സമൂഹത്തിലെ ഒരു ലേവി കുടുംബത്തിലായിരുന്നു. 3 മാസം അവനെ ഒളിപ്പിച്ച് വച്ചു. അതിനുശേഷം ഞാങ്ങട കൊണ്ട് ഒരു ചെറിയ പെട്ടകം ഉണ്ടാക്കി അതിൽ ശിശുവിനെ കിടത്തി നൈൽ നദിയുടെ തീരത്തുള്ള ഞാങ്ങട തണ്ടുകൾക്കിടയിൽ വച്ചു. ഫറവോ രാജാവിൻ്റെ പുത്രിയും ദാസിമാരും കുളിക്കുവാൻ വന്നപ്പോൾ ഈ ഞാങ്ങണ പെട്ടകവും അതിലുണ്ടായിരുന്ന കുഞ്ഞിനെയും കാണുന്നു. കുഞ്ഞിനോട് അലിവ് തോന്നിയ രാജകുമാരി അതിനെ വളർത്തുവാൻ നിശ്ചയിക്കുന്നു. ഈ കുഞ്ഞിനെ വളർത്തുവാനും പരിപാലിക്കുവാനുമുള്ള അവസരം കുഞ്ഞിൻ്റെ യഥാർത്ഥ മാതാവിന് തന്നെ ലഭിക്കുന്നു. പിന്നീട് രാജകൊട്ടാരത്തിൽ വളർന്ന മോശയെയാണ് ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിനായി നിയോഗിക്കുന്നത്. മോശെ ഇസ്രായേൽ ജനത്തെ വർഷങ്ങൾക്ക് ശേഷം മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് നയിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. സ്വയം രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ലാതിരുന്ന ഇസ്രായേൽ ജനതയെ ദൈവം വിടുവിക്കുന്നു. ലോകചരിത്രത്തിൽ ക്രിസ്തീയ വിശ്വാസം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഇത്തരം എളിയവരുടെ വിടുതൽ സാധ്യമായിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ കറുത്തവർഗക്കാരുടെ അടിമത്തു നിന്നുള്ള മോചനവും ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയുടെ തകർച്ചയും സ്ത്രീകളുടെ ക്ഷേമവും ഉന്നമനവും എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ താഴ്ചയുടെ അവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും തങ്ങളെ വിടുവിക്കുവാൻ ദൈവം പ്രവർത്തിക്കും എന്നത് പ്രത്യാശ പകരുന്ന ഒന്നാണ്. രണ്ടാമത്തെ ചിന്ത, ദൈവകൃപ എളിയവരെ വിശദീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവകൃപ എളിയവരെ വിശദീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു.
2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികളെ വിശദീകരിച്ച് ശക്തീകരിക്കുന്ന ദൈവിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ കൊരിന്തിൽ വെച്ചാണ് തെസ്സലോനിക്കയിലുള്ള സഭാവിശ്വാസികൾക്ക് വേണ്ടി ഈ ലേഖനം എഴുതുന്നത്. തെസ്സലോനിക്കയിലുണ്ടായിരുന്ന വിശ്വാസികളിൽ ഭൂരിഭാഗവും യഹൂദരല്ലാത്ത മറ്റ് മതങ്ങളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധനയും മറ്റ് അനാചാരങ്ങളും അവർക്കിടയിൽ നിലനിന്നിരുന്നു. കൂടാതെ അവർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ ധാരാളം പീഡനങ്ങളും സാമൂഹിക സമ്മർദ്ദങ്ങളും അനുഭവിച്ചിരുന്നു. അനേക വിശ്വാസികൾ ഇതുമൂലം ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചു. ഇത്തരം സാഹചര്യത്തിൽ അവരെ ധൈര്യപ്പെടുത്തുന്നതിനാണ് പൗലോസ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. തെറ്റായ പഠിപ്പിക്കലുകളായിരുന്നു തെസ്സലോനിക്ക സഭ അഭിമുഖീകരിച്ച മറ്റൊരു പ്രശ്നം. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് മുന്നമേ സംഭവിച്ചു കഴിഞ്ഞു എന്ന് ചിലർ പഠിപ്പിച്ചു. മറ്റു ചിലർ യേശു വേഗം വരുമെന്ന ചിന്തയിൽ ജോലി ചെയ്യാതെ മടിയരും മറ്റുള്ളവർക്ക് ഭാരവുമായി തീർന്നു. തൻ്റെ ലേഖനത്തിലൂടെ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ എന്ന് പൗലോസ് തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നു. ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ മഹത്വം പ്രാപിക്കുവാനായിട്ടാണ് അവരെ വിളിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് തെറ്റായ പഠിപ്പിക്കലുകളിൽ വഞ്ചിതരാകാതെ ധൈര്യത്തോടെ ഉറച്ചു നിൽപ്പാനും പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെയും യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളിലൂടെയും ദൈവിക പ്രവർത്തനത്തിലൂടെയും ലഭ്യമാകുന്ന നല്ല വചനങ്ങളെ മുറുകെ പിടിക്കുവാനും പൗലോസ് അവരെ ആഹ്വാനം ചെയ്യുന്നു. പീഡനത്തിലൂടെയും തെറ്റിദ്ധാരണകളിലൂടെയും കടന്നു പോകുന്ന തെസ്സലോനിക്ക സഭയെ ദൈവകൃപയെക്കുറിച്ചും അതിലൂടെ ലഭ്യമാകുന്ന വിശദീകരണത്തെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ദൈവകൃപയാണ് ക്രിസ്തീയ വിശ്വാസികളാകുന്ന നമ്മെയും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ പ്രാപ്തമാക്കുന്നത്. മൂന്നാമത്തെ ചിന്ത, ദൈവകൃപ എളിയവരെ ഉയർത്തുന്നു. ദൈവകൃപ എളിയവരെ ഉയർത്തുന്നു. ലൂക്കോസ് 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ പ്രശസ്തമായ മേരീസ് മാഗ്നിഫിക്കത്ത് അഥവാ കന്യാമറിയവിൻ്റെ പാട്ട് എന്നറിയപ്പെടുന്ന ഭാഗമാണ്. ദൈവിക പ്രവൃത്തിയുടെ വലിയ ആശയങ്ങളാണ് മറിയയുടെ പാട്ടിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത്. മറിയ ഒരു സാധാരണ യഹൂദ കുടുംബത്തിൽ ജനിച്ച അവിവാഹിതയായിരുന്ന പെൺകുട്ടിയായിരുന്നു. സമൂഹത്തിൽ യാതൊരു സ്ഥാനവും അംഗീകാരവും അവകാശപ്പെടാൻ ഇല്ലാതിരുന്ന വ്യക്തി. ഈ പെൺകുട്ടിയെയാണ് മശിഹായുടെ ജനനത്തിനുള്ള ദൈവിക പദ്ധതിക്കായി ദൈവം തിരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്നത്. എളിയവരെ ദർശിക്കുകയും അവരെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയെ മറിയ വർണ്ണിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭ്യമാണെന്നും എന്നാൽ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിച്ചു കളയുകയും ചെയ്യും. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കുകയും താണവരെ ഉയർത്തുകയും ചെയ്യുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കുകയും സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയുകയും ചെയ്യുന്നു. ഇപ്രകാരം എളിയവർക്ക് ദൈവത്തിൽ പ്രത്യാശയുണ്ട് എന്ന് കന്യാമറിയവിൻ്റെ പാട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ മശിഹായുടെ ജനനം അടിമത്തിലായിരുന്ന ഇസ്രായേൽ ജനതയ്ക്കുള്ള വിടുതലിന് വേണ്ടിയായിരുന്നു. ദൈവകൃപയുടെ വ്യക്തമായ പ്രകടനമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. ലോകം വിജയികളെ ആദരിക്കുമ്പോൾ ദൈവം എളിയവരെ കാണുന്നു. ലോകം ശക്തിയുള്ളവരെയും കഴിവുള്ളവരെയും ഉയർത്തുമ്പോൾ ദൈവം എളിയവരെ ഉയർത്തുന്നു. എവിടെ അനീതിയിൽ അധിഷ്ഠിതമായ ആധിപത്യവും അടിച്ചമർത്തലും ചൂഷണവും നിലനിൽക്കുന്നുവോ ദൈവം അവിടെ ഇടപെടുന്നു. തഴയപ്പെട്ട, താഴ്ത്തപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, ചൂഷിതരായ വ്യക്തികളെ, സമൂഹങ്ങളെ ദൈവം ശക്തീകരിക്കുകയും സംരക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. ഇത് എളിയവർക്കുള്ള ഏക പ്രത്യാശയാണ്. അതോടൊപ്പം അഹങ്കരിക്കുന്നവർക്കും പീഡിപ്പിക്കുന്നവർക്കും അടിച്ചമർത്തുന്നവർക്കും എതിരായി പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന് നാം ചിന്തിച്ച വേദഭാഗങ്ങളിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നാം നിരാശയിലും തകർച്ചയിലും വേദനയിലുമൊക്കെ ആയിരിക്കുന്നുവെങ്കിൽ നമ്മെ കാണുന്ന വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ശക്തിപ്പെടാം. ദൈവം നിശ്ചയമായും നമ്മെ വിടുവിക്കും. ഈ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും അനേകർക്ക് അത് ലഭ്യമാക്കിക്കൊണ്ട് ആഗമന നാളുകൾ അർത്ഥവത്താക്കി തീർക്കുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.